നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മിന്നുന്ന വിജയമാണ് UDF ഉണ്ടായിട്ടുള്ളത്. 102 സീറ്റ് നേടിയാണ് സംസ്ഥാനത്ത് UDF അധികാരത്തിലേക്ക് എത്തുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 നിയോജകമണ്ഡലവും തൂത്തുവാരിയിരിക്കുകയാണ്. അതും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. 10,543 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാനന്തവാടിയിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉഷ വിജയനാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി. അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. മുമ്പ് ജനപ്രതിനിധിയായിരുന്ന അവസ്ഥ ഇന്ന് പുതിയ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് MLA എന്ന തലത്തിൽ. അതുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാകുന്ന മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ വിജയാശംസകൾ നേരുകയാണ്. നിയുക്ത മാനന്തവാടിയുടെ MLA. വടക്കേ വയനാടിന്റെ ഒട്ടേറെ ചരിത്രമുള്ള മണ്ണാണ് വടക്കേ വയനാട്. അതിലൂടെ ഒരു പുതിയ ചരിത്രമാണ് രചിച്ചിട്ടുള്ളത് അല്ലേ? ആദ്യമായിട്ട് പ്രേക്ഷകരോട് നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് സർവേശ്വരനോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം വന്നു, അതായത് തലേ ദിവസം വരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന തലേ ദിവസം വരെ 3-4 പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അവസാനം അത് 3 പേരിലേക്ക് വന്നു, പിന്നെ 2 പേരിലേക്ക് വന്നു. ഉച്ചയ്ക്ക് വരെ DCCയിലെത്തി നമ്മൾ തമ്മിൽ സംസാരിച്ചാണ്. മാധ്യമങ്ങളൊക്കെ വളഞ്ഞിങ്ങനെ നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമെന്ന്. ആ നിമിഷം വരെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നോ ഞാൻ തന്നെ ആയിരിക്കും മാനന്തവാടിയിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ? ഒരു പകുതി പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ, പേരിങ്ങനെ പരിഗണിച്ചതുകൊണ്ട്. അതെ അതെ. സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനം വന്ന ഉടനെ പറഞ്ഞത് ഇനി ഞാൻ മാനന്തവാടിയിലേക്ക് പോകുന്നു, മാനന്തവാടിയിലെ ജനം എന്നെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. അത് അവർ നന്നായി സ്വീകരിച്ചു. ഭൂരിപക്ഷത്തിൽ അത് കാണാനും കഴിഞ്ഞു. ഒരു മന്ത്രിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ? ആ ഒരു ആത്മവിശ്വാസം മന്ത്രി എന്ന തരത്തിലല്ല, ഒരു പൊളിറ്റിക്കൽ മത്സരമാണല്ലോ. മന്ത്രി എന്നതിലുപരി ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ടാണല്ലോ കുറേ അവർ വോട്ട് ചോദിച്ചത്. എന്നെ സംബന്ധിച്ച് കുറേ ഇലക്ഷന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. മാനന്തവാടിയിൽ കഴിഞ്ഞ 3 ലോക്സഭാ ഇലക്ഷൻ, 3 നിയമസഭാ ഇലക്ഷൻ, 3 പഞ്ചായത്ത് ഇലക്ഷൻ. ആ സമയത്ത് ഞാൻ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇപ്പം മണ്ഡലം പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ മാനന്തവാടിയിലെ ഒരു പൾസ് എനിക്കറിയാം. കാരണം കുറേ ഇലക്ഷൻ നേരിട്ടതുകൊണ്ട് തന്നെ 2 ഇലക്ഷനാണ് നമ്മൾ കഴിഞ്ഞ തവണ നമുക്ക് ജയിക്കാൻ പറ്റാതായത്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ജയലക്ഷ്മി മിനിസ്റ്റർ ആയതാണ്. അപ്പോൾ നമ്മുടെ കോട്ടയാണ് മാനന്തവാടി എന്ന് പറയുന്നത്. അതെ, അത് ഇന്നലെ വിജയം വന്നിട്ട് ആദ്യത്തെ പ്രതികരണം മന്ത്രിയായിരിക്കുന്ന OR കേളു എതിർ സ്ഥാനാർത്ഥി പറഞ്ഞത് തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തോൽവിയുടെ ഒരു കാരണം മാനന്തവാടി UDF ഒരു സ്ഥലമാണല്ലോ എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു ആത്മവിശ്വാസമായിരുന്നു കൂടുതലായിട്ട്. മാനന്തവാടി UDF കോട്ടയായതുകൊണ്ട് തന്നെ ഇത്തവണ മാനന്തവാടി തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രവർത്തകരെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നേതാക്കളെ പോലെ തന്നെ. 10 വർഷം നമുക്ക് UDF മാനന്തവാടി MLA ഇല്ലാതിരുന്ന ആ ഒരു ഗ്യാപ്പും UDF ഇടയിലും പ്രവർത്തകരുടെ ഇടയിലും തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തകർക്ക് വല്ലാത്തൊരു വാശിയും കൂടി ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥിയെ ലഭിക്കാൻ വേണ്ടി ഉഷ വിജയൻ എന്ന വ്യക്തി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശികമായ ഇടവകയിൽ നിന്ന് ഒന്ന് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി, പിന്നെ പ്രസിഡൻ്റായി, പിന്നെ ബ്ലോക്ക്, ജില്ല ഒക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾക്ക് MLA ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഉഷ വിജയനെ കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ഞാൻ സ്ഥാനാർത്ഥി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, എല്ലാവരും തന്നെ. അതിനുവേണ്ടി അവർ നല്ലൊരു ശ്രമവും നടത്തിയിട്ടുണ്ട്, ഹോംവർക്ക് നടത്തി. അതെ. എനിക്ക് സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടിയോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പേ നമ്മുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥി ഉഷ വിജയൻ ആക്കണമെന്ന് പറഞ്ഞ് പോയിരുന്നു. ഉഷ വിജയൻ എന്ന വ്യക്തിക്ക് ഒരു ആശങ്ക എന്തായിരുന്നു? ഞാൻ സ്ഥാനാർത്ഥിയായാൽ എങ്ങനെ പോരാടും, എങ്ങനെ ജയിക്കും എന്നൊരാശങ്ക ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ആശങ്ക? അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഒരു ചാൻസ് ഇല്ല. കാരണം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ അടുത്ത മണിക്കൂറുകൾ തന്നെ എന്താ പറയുക, UDF ഒറ്റക്കെട്ടായി എന്നുള്ളതാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സ്ഥാനാർത്ഥി ഇന്ന ആളായതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് അവരൊന്നും അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് നിന്നു. പിന്നെ ഒരു ആശങ്കയ്ക്ക് അവിടെ അനുകൂലമായ കുറേ ഘടകങ്ങളുണ്ടായിരുന്നു. UDF ജില്ലാ കൺവീനർ തന്നെ അയൽവാസിയാണ്, സ്വന്തക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തുണ്ടാകും, ബാക്കി UDF പ്രവർത്തകരുടെ കരുത്തുണ്ടാകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും UDF കൺവീനർ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ്
അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ DCC പ്രസിഡൻറ്റ് ഐസക് സാറൊക്കെ മാനന്തവാടിയിൽ തന്നെ നിന്ന് അദ്ദേഹം ഇവിടെ തന്നെ ആയിരുന്നു. കാരണം DCC പ്രസിഡൻ്റ് ആയിട്ട് പോലും മൂന്ന് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പോകണമായിരുന്നു. പക്ഷെ എന്നാലും മാനന്തവാടി തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹം ഇവിടെ തന്നെ ആയിരുന്നു. UDF കൺവീനറും പ്രദീപ് മാഷും പിന്നെ അതുപോലെ തന്നെ നിയോജക മണ്ഡലം കൺവീനറും ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് പിന്നെ പ്രസിഡൻറ്റുമാർ എല്ലാവരും പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് ജയലക്ഷ്മി മേഡമൊക്കെ മുന്നിട്ടിറങ്ങി. അവരാദ്യം അവസാനം വരെ ഇന്നലെ ഇതിൻ്റെ പിന്നെ ആഘോഷ പരിപാടിയിൽ പോലും കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി നേതൃത്വം പിന്നെ UDFൻ്റെ എന്ന് വെച്ചാൽ എല്ലാ ഘടകകക്ഷികളും ലീഗ് ഉൾപ്പെടുന്ന എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് അണിചേർന്നു എന്നുള്ളതാണ്. അതുതന്നെ പ്രവർത്തകരുടെ ഇടയിലും അണികളുടെ ഇടയിലും ആവേശം ഉണ്ടാക്കി. ഇപ്പം രാഷ്ട്രീയപരമായി പറയുമ്പം ചില ആക്ഷേപങ്ങൾ കേട്ടോ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. ലീഗിൻ്റെ നോമിനിയാണ്, ലീഗ് മസ്തിൽ പിടിച്ചു കൊണ്ടുവന്നതാണ്, വാശി പിടിച്ചു കൊണ്ടുവന്നതാണെന്നൊക്കെ പുറത്ത് ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലീഗ് ഒരു മെയിൻ ഘടകമാണ് നമ്മളെ സംബന്ധിച്ച്. UDFൻ്റെ സംബന്ധിച്ച് ലീഗില്ലാതെ എന്താ പറയുക, UDF ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന തലത്തിൽ മാത്രമാണത്. ഉഷാ വിജയൻ എന്നൊരു വ്യക്തിയല്ല അവർ വരണമെന്നല്ല അതെ UDF ഇവിടെ വിജയിക്കണം. 10 വർഷമായിട്ട് പിന്നെ ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, കോൺഗ്രസിൻ്റെ ഇടയിലുള്ള ചെറിയ അനൈക്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലും ഇവിടെ ജയിക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയിലും ആണ് അവർ പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ തരത്തിലുള്ള കണക്കുകൂട്ടലുകളൊക്കെ എല്ലാവരും കൂട്ടി. അപ്പോൾ പക്ഷേ വയനാട്ടിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ UDF 3 പറയുമ്പോഴും പുറത്തുള്ളവർ 2-1 മാനന്തവാടി LDFന് എന്നുള്ള കണക്കാക്കിയാണ് ആ പ്രവചനമൊക്കെ പലരും നടത്തിയത്. അന്നാലും പാർട്ടി പ്രവർത്തകർ ഉറച്ചു പറഞ്ഞു 3-3 എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തായിരുന്നു? അതാണ് അവർ പിന്നെ എല്ലാ പഞ്ചായത്ത്, ഇപ്പം തിരുനെല്ലി പഞ്ചായത്ത് മാത്രമാണ് LDFൻ്റെ കയ്യിലുള്ളൂ. മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന 6 പഞ്ചായത്തുകൾ, പിന്നെ 5 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഇവിടെ UDFൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥിക്ക് ലീഡ് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുനെല്ലിയെ അത് കവർ ചെയ്യും നമ്മൾ. ആ ഒരു വിശ്വാസം നേരത്തെ തന്നെ ഇതിൻ്റെ ലീഡ് നില നിയോജക മണ്ഡലത്തിൽ ചർച്ച ചെയ്തപ്പോഴും ആ ഒരു കാൽക്കുലേഷൻ ഏകദേശം കറക്റ്റ് എത്തി. വോട്ടെണ്ണുന്ന ഘട്ടത്തിലേക്ക് ഇങ്ങ് വന്നപ്പോഴത്തേക്കും ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും LDFന് ലീഡായി. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ മനസ്സിൽ? ഇല്ല. ആ ഒരു ആശങ്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോസ്റ്റൽ വോട്ട് ഈ കാലം അത്രയും എണ്ണിക്കൊണ്ടിരുന്നത് LDFന് ലീഡാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കണം ആ ഒരു പിന്നെ ട്രെൻഡിൽ ആ സമയത്ത് LDFന് ലീഡ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് തവിഞ്ഞാലാണ് എണ്ണുന്നത്. തവിഞ്ഞാൽ എണ്ണിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ആ ലീഡ് മറികടക്കും. ഇവിടെ തിരുനെല്ലെത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ലീഡ് നില നമ്മൾ പുറകോട്ടായിരിക്കുമെന്ന് മുൻകൂട്ടി നമുക്കത് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആർക്കും തന്നെ ഒരു ആശങ്കയില്ല. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകളൊക്കെ നമ്മുടെ തട്ടവും കോട്ടയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ആ ലീഡ് വീണ്ടും ഉയർത്തും. ജില്ലയിൽ 3 കിട്ടി, സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ 100-ൽ കടന്നുപോയി, സെഞ്ചുറി കഴിഞ്ഞ് അങ്ങ് പോയല്ലോ. എന്താണ് അതിനെ പറ്റിയിട്ട്? അത് തന്നെയാണ് നിലവിലെ 10 വർഷത്തെ ഭരണവിരുദ്ധ തരംഗമാണ് ഈ UDFന് അനുകൂലമായിട്ടുള്ളത്. അത് വയനാടിനും അതുപോലെ കേരളത്തും അത് എല്ലാവരും പറയുന്നു ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ പിണറായിസത്തിനെതിരെയുള്ള ഒരു ജനവിധിയാണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ? അത് തന്നെയാണ് പിണറായിസം ഭരണവിരുദ്ധവും രണ്ടും ഘടകം തന്നെയാണ്. ഓക്കെ, മാനന്തവാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വികസന കാര്യത്തിൽ മുന്നിലാണ്. OR കേളു സ്ഥാനാർത്ഥിയായി വന്നു, മത്സരിച്ചു, ജയിച്ചു, MLA ആയി, 2ാം തവണയും ജയിച്ചു, മന്ത്രിയായി. വികസനം എത്തി മാനന്തവാടിയിൽ എന്നാണ് എല്ലാവരും പാർട്ടി പ്രവർത്തകർ പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ പ്രചരണം നടത്തിയത്. വികസനം യഥാർത്ഥത്തിൽ മാനന്തവാടിയിൽ എത്തിയോ? പാലവും റോഡിൻ്റെയും കാര്യമാണല്ലോ. 10 വർഷത്തെ കാലയളവിൽ സ്വാഭാവികമായിട്ടും വരുന്ന വികസനമാണ് റോഡും പാലങ്ങളൊക്കെ. അത് ജയലക്ഷ്മി 5 വർഷം കൊണ്ട് അതിലേറെ കാര്യങ്ങൾ മാനന്തവാടി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിനനുസരിച്ച് ആ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഇവിടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ അതൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് ജനപ്രതിനിധിയായിരുന്ന ആളായതുകൊണ്ട്
മാനന്തവാടിയിലെ പല ഉന്നതികളുടെയും അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വന്യമൃഗ മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു കൂടുതൽ ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും വലിയ വെല്ലുവിളി മാനന്തവാടി മെഡിക്കൽ കോളേജാണ്. ബോർഡ് വെച്ചു, പക്ഷേ വിടുന്നത് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലേക്കാണ്, വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. പിന്നെ എല്ലാം കോഴിക്കോടേക്ക് ചുറയിറക്കി വിടുന്നു. പകുതിക്ക് വെച്ച് ആളുകൾ മരിക്കേണ്ട അവസ്ഥ വരുന്നു. മെഡിക്കൽ കോളേജ് ആയിരുന്നിട്ട് പോലും ഇപ്പോഴും ആ ഒരു റെഫറൽ സംവിധാനം തന്നെയാണ് നടക്കുന്നത്. പഴയ ജില്ലാ ഹോസ്പിറ്റൽ ആയിരുന്ന കാലത്ത് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ. ജില്ലാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അതിൻ്റെ ഒരു 4 ഇരട്ടി സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യം നമുക്ക് വേണമല്ലോ. അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ CT സ്കാൻ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം മുമ്പല്ല നമ്മൾ യൂത്ത് കോൺഗ്രസിന് സമരം കണ്ടിട്ടുള്ളത്. അപ്പം CT സ്കാന്, MRI സ്കാനൊക്കെ വളരെ അടിയന്തരമായിട്ട് വേണ്ടതാണ് മെഡിക്കൽ കോളേജിൽ. പ്രഥമ പരിഗണന MLA എന്ന നിലയിൽ എന്തിനായിരിക്കും? മെഡിക്കൽ കോളേജ് തന്നെയാണ്. മെഡിക്കൽ കോളേജാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. എന്ന് വെച്ച് നമുക്ക് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല മറ്റ് അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാർഗറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ മാനന്തവാടിയിൽ ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉഷ വിജയൻ എന്ന പാർട്ടി പ്രവർത്തകയെ അറിയാം, ജനപ്രതിനിധിയെ അറിയാം ആളുകളൊക്കെ ഇന്നലെ വിജയം വന്നപ്പോഴത്തേക്കും ഈ ഉഷ വിജയൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് കുടുംബകാര്യം വരെ ചോദിച്ചു തുടങ്ങി. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളും. അവരൊക്കെ എന്താ ചെയ്യുന്ന മക്കൾ? മൂത്തയാൾ IRB കമാൻഡോ ട്രെയിനിങ് പീരീഡിലാണ് ഇപ്പോൾ. അതിപ്പം കഴിയാനായി. പുതിയ മന്ത്രിസഭ വന്നാലാണ് പാസ് ഔട്ടൊക്കെ നടക്കുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിലെത്തി. ഇളയവൻ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്നു. വിജയം കുടുംബത്തിലും നാട്ടിലും വലിയ ആഘോഷമായിരുന്നു. കുടുംബത്തിലുണ്ടായിരുന്നു. കുടുംബത്തിൽ രാവിലെ തന്നെ കുടുംബാംഗങ്ങളും അയൽവക്കക്കാരും പാർട്ടിക്കാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്നായിരുന്നു TV ഒക്കെ കണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ലീഡിങ് വന്നപ്പോൾ അവർക്കറിയില്ലല്ലോ ഈ നമ്മുടെ ഈ ഒരു എന്താ പറയുക പാർട്ടി കോട്ടകൾ ഈ പഞ്ചായത്തുകളൊക്കെ ആണെന്നും ഇത് നമ്മുടെ പഞ്ചായത്തല്ല, അവിടെ ലീഡ് LDF ആണ്, അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ ആശങ്കകളൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം ഒരു 11 മണിയായപ്പോൾ തന്നെ എന്നെ മാനന്തവാടി കോൺഗ്രസ് ഓഫീസിലേക്ക് ക്ഷണിച്ചിരുന്നു, ലീഗ് ഓഫീസിൽ ക്ഷണിച്ചിരുന്നു. 2 സ്ഥലത്തും പോകാൻ വേണ്ടി അവിടെ പോയി നിന്നിട്ട് വിജയം ആഘോഷിക്കാമെന്ന് അവർ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നൊരു 11 മണിയായപ്പോൾ തന്നെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. സ്ഥാനാർത്ഥിയായി മത്സരത്തിന് വേണ്ടി ഒരുങ്ങി. ഒപ്പം വിജയിച്ചാൽ ആ ഫലപ്രഖ്യാപനത്തിന് 1 മാസം ഉണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ആ 1 മാസം ഞാൻ MLA ആയാൽ നമ്മളുടെ മണ്ഡലത്തിൽ ഇന്നതൊക്കെ ചെയ്യണം, ജില്ലയിലെ ഇന്ന പ്രവർത്തനത്തിന് UDF അധികാരത്തിൽ വന്നാൽ ഞാൻ പങ്കാളിയാവണം, നേതൃത്വം വഹിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് നടത്തിയോ? അത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. മെഡിക്കൽ കോളേജാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ MRI സ്കാനൊക്കെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് ആളുകൾ, ഇങ്ങനെ വിഷയങ്ങളുണ്ട്, ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ പരിഹരിക്കണം എന്നൊക്കെ. സമയപരിധി ഉള്ളതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എന്താണ് ഒരു വിഷൻ മാനന്തവാടിയെ പറ്റി? വിഷൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒരു 4 വിഷയങ്ങളാണ് ഞാൻ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യം ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. അത് മാനന്തവാടി മെഡിക്കൽ കോളേജാണ്. അതിലെന്തായാലും പ്രഥമ പരിഗണന നൽകുന്നതാണ്. രണ്ടാമതും മൂന്നാമതും നാലാമതും പറയുന്ന കാര്യങ്ങൾ പട്ടികവർഗ്ഗക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് വയനാട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വീർപ്പ് മുട്ടുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ നമ്മുടെ ജില്ലയ്ക്കകത്തുണ്ട്, പ്രത്യേകിച്ച് തിരുനെല്ലി പോലുള്ള പഞ്ചായത്തിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇതുവരെ അത്തരം പ്രശ്നങ്ങളിൽ ചെറിയ തോതിലൊക്കെ പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയെങ്കിലും ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം പുതിയ സാങ്കേതിക വിദ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുനെല്ലി പഞ്ചായത്തിലാണ്. പനമരം പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളൊക്കെ വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ കുറേ വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയാനുള്ളതാണ് കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന ഒരു പൂർണ്ണമായ ഒരു കാർഷിക ജില്ലയായിട്ടുള്ള വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിൽ. കർഷകരുടെ കാര്യം തന്നെയാണ് അടുത്ത് നമുക്ക് എടുത്തു പറയാനുള്ള. അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൂറിസമാണ്. നമ്മൾ വയനാട്ടിൽ വളരെ വലിയ സാധ്യത ഉള്ളതാണ് ടൂറിസം മേഖല. അത്തരം കാര്യങ്ങളിൽ ഇടപെടാനും പിന്നെ താല്പര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് ഇടപെടാനുള്ള ചില വിഷയങ്ങൾ. പിന്നെ അതുമായി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി തുടർന്ന് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലും. തീർച്ചയായും കുറേയേറത്തെ പ്രവൃത്തി പരിചയമുണ്ടല്ലോ. ഗ്രാമപഞ്ചായത്ത് തലം മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗം വരെയായി നിന്ന് കുറേയേറെ പ്രവൃത്തി പരിചയം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ഒരു നല്ലൊരു ഭരണകൂടം കൂടി സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ഭരണത്തിൻ്റെ ഒപ്പം ചേർന്ന് ഇതൊക്കെ പ്രവർത്തിക്കട്ടെ. മാനന്തവാടിക്കാർക്ക് നല്ലൊരു MLA ആയി അവർ സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിഷനാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചും വയനാടിനെ സംബന്ധിച്ചും ഉഷാ വിജയൻ എന്ന നിയുക്ത MLAക്കുള്ളത്. അതൊക്കെ യാഥാർത്ഥ്യമാകാൻ ജനങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഇതൊക്കെ നടപ്പിലാക്കാൻ അവർക്ക് കഴിയട്ടെ. അങ്ങനെ നമ്മുടെ നാടിൻ്റെ വികസനം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റ് രണ്ട് പേർ കൂടി വിജയിച്ച സ്ഥാനാർത്ഥികളുണ്ട് ബത്തേരിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും. അവരെ കൂടി നമ്മൾ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് വരുന്നതായിരിക്കും. അവരും കൂടി മറ്റ് അതിഥികളും ഉണ്ടാകും. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.